ഇന്ന് നമ്മൾ ഐ.ടി.യിലെ പിള്ളേരെയും കൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയ ദിവസത്തെ വീഡിയോ ആണ്. എടവണ്ണ ഒതായിൽ സ്ഥിതി ചെയ്യുന്ന PMR കോൺക്രീറ്റിൻ്റെ റെഡിമിക്സ് കോൺക്രീറ്റ് പ്ലാന്റിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇവരൊക്കെ ആർക്കിടെക്ചറും സിവിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് മിക്സും അതിൻ്റെ മിക്സ് ഡിസൈനും ടെസ്റ്റുകളും ഒക്കെ ബുക്കിലൊക്കെ കണ്ടും വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണാനും മനസ്സിലാക്കാനുമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇയാളാണ് ഇവിടുത്തെ ക്വാളിറ്റി കൺട്രോളർ. ഇദ്ദേഹം കുട്ടികൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ബാക്കിൽ കാണുന്ന വലിയ സിലോസിലാണ് ഇവർ സിമെൻറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. 53 ഗ്രേഡ് OPC സിമെൻ്റ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഫ്ലൈ ആഷും കൂടെ മിക്സ് ചെയ്തിട്ട് അത് PPC സിമെൻറ്റ് അഥവാ പോർട്ട്ലാൻഡ് പെസലോണ സിമെൻ്റ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മിനറൽ അഡ്മിക്സ്ചറാണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കോളൊക്കെ കത്തിക്കുമ്പോൾ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ചാരമാണ് എന്ത് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ആവും, അതിൻ്റെ വർക്കബിലിറ്റി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ബെറ്റർ ആയിട്ട് കിട്ടും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരിവിടെ 12 mm-ൻ്റെയും 20 mm-ൻ്റെയും അഗ്രിഗേറ്റ്സ് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ തന്നെ ക്രഷറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റലും സാൻഡും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെയ് ബാച്ചിങ് മെത്തേഡാണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാം വെയ് ചെയ്തിട്ട് അത് ഇതുപോലത്തെ ബെൽറ്റിലാക്കിയിട്ട് അത് ആ പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ തണുപ്പിച്ച വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രേഷൻ പോലുള്ള പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ ഹീറ്റ് കൂടുതൽ ഉണ്ടാവുന്നത് കാരണം അത് കൺട്രോൾ ചെയ്യാനും കൂടാതെ വർക്കബിലിറ്റി പോലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കൂൾ ചെയ്തിട്ടുള്ള വാട്ടർ ഉപയോഗിക്കുന്നത്. ഒരു മിക്സിംഗ് പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ അറ്റ് എ ടൈം 1 m³ കോൺക്രീറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് സമയം വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു ടാങ്കിൻ്റെ ഇതുപോലത്തെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 8 m³ ഒക്കെയാണ്. അപ്പോൾ 8 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഇതുപോലത്തെ റെഡിമിക്സ് വണ്ടികൾ ഫില്ലാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്ക്.